നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഈ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധ പ്രകടനങ്ങൾ ധാരാളമായി നമ്മൾ ഈ സമീപകാലങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാന സംഗതിയാണ് പറയാനുള്ളത്. അത് ആ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് നമ്മുടെ ഇസ്രയേലിൻ്റെ ഇന്ത്യയിലുള്ള അംബാസിഡറാണ്. അപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഭീകര സംഘടനയാണ് ഹമാസ്. ആ രീതിയിലാണ് ഹമാസിനെ പല രാജ്യങ്ങളും വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ അവരെ ആ രീതിയിലാണ് നിലവിൽ പരിഗണിക്കുന്നത്. അപ്പോൾ ഈ ഹമാസ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സജീവമാണെന്ന് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ റൂവൻ അസർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ഇന്ത്യൻ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 2023 ഒക്ടോബർ 7 നമ്മുടെ ഹമാസിൻ്റെ വലിയൊരു ആക്രമണം ഉണ്ടായിരുന്നല്ലോ, ഇസ്രയേലിലേക്ക് കടന്നു കയറി ഏതാണ്ട് 1200-ലധികം പേരെ വധിക്കുകയും 250-ലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്ത സംഭവം. അപ്പം അതിനുശേഷമാണ് ഇസ്രയേൽ പിന്നെ മുൻപിൻ നോക്കാതെ ഗസയിൽ വലിയ ആക്രമണം നടക്കുകയും ഇതിനോടകം ഏതാണ്ട് 50,000-ലധികം പേർ ഗസയിൽ പലസ്തീൻകാരായിട്ടുള്ള പലരും കൊല്ലപ്പെട്ടത്, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം ഹമാസ് ഇത്തരത്തിൽ നടത്തിയ പൈശാചികമായ ഒരു സംഭവമാണ്. അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന 2023 ഒക്ടോബർ 7 ഈ സംഭവത്തിന് ശേഷം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹമാസുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ഇസ്രയേൽ ശക്തമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഈ രാജ്യങ്ങളിലെ ഹമാസിൻ്റെ സാന്നിധ്യം ദക്ഷിണേഷ്യൻ മേഖലയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്നാണ് ഇസ്രയേൽ വിലയിരുത്തുന്നത്. ഈ വിഷയത്തിലുള്ള തങ്ങളുടെ ആശങ്കയും സുരക്ഷാ വിവരണങ്ങളും ഇസ്രയേൽ ഇന്ത്യൻ അധികൃതരുമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൊതുവായി ലഭ്യമായ വിവരങ്ങൾക്ക് പുറമെ ഇസ്രയേൽ എടുത്ത രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില രഹസ്യ ഭീകര പ്രവർത്തനങ്ങളും ഇവർ ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ അനുമാനം. അപ്പോൾ ഒക്ടോബർ 7 ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളെ മാതൃകയാക്കി മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾ ഇതേ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് മുതിർന്നേക്കാമെന്നും ഇസ്രയേലിൻ്റെ ഇന്ത്യൻ അംബാസിഡർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗസയിലെ സമാധാന ചർച്ചകളിൽ പാകിസ്ഥാൻ ഒരു പങ്കാളിയാകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളുള്ളതിനാൽ പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ് ഇസ്രയേൽ അംബാസിഡർ നടത്തിയ പ്രസ്താവനയിലുള്ളത്. ഹമാസിൻ്റെ മുതിർന്ന നേതാക്കളായ ഖാലിദ് മഷാല്, അതേപോലെ ഷെയ്ഖ് ഖാലിദ് ഖുദ്ദുമി തുടങ്ങിയവർ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ആ രാജ്യങ്ങളിലൊക്കെ തന്നെ തീവ്ര ഇസ്ലാമിക സംഘടനകളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് ഇസ്രയേൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഗസയ്ക്ക് പുറത്ത് തങ്ങളുടെ ശൃംഖല വ്യാപിപ്പിക്കുന്നതിനും വലിയ തോതിൽ ഫണ്ട് ശേഖരിക്കുന്നതിനും ലോജിസ്റ്റിക്കൽ പിന്തുണ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഈ നേതാക്കൾ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെ ലക്ഷ്യമിടുന്നതെന്നാണ് ഇസ്രയേലിൻ്റെ ഒരു കണ്ടെത്തൽ. കൂടാതെ ഈ ലഷ്കർ ഇ തോയ്ബ പോലെയുള്ള പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആഗോള ഭീകര സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അവർ ഈ ഹമാസുമായിട്ട് കൈകോർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇസ്രയേലിൻ്റെ കണ്ടെത്തൽ. ഹമാസ് പ്രതിനിധികൾ പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമൊക്കെ സന്ദർശനം നടത്തി പ്രാദേശിക ഭീകര ഗ്രൂപ്പുകളുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളും ഇസ്രയേലിൻ്റെ കൈവശമുണ്ടെന്ന് ഇസ്രയേൽ അംബാസിഡർ പറയുന്നുണ്ട്. ഈ ബംഗ്ലാദേശിൽ സമീപകാലത്തുണ്ടായ ഭരണമാറ്റത്തിന് ശേഷം അവിടെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് ഹമാസ് പരസ്യമായ പിന്തുണ നൽകുന്നുണ്ട്. ഇപ്പോൾ ഹമാസ് അനുകൂലികളായ സംഘടനകൾ ധാക്ക ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ജിഹാദി പതാകകൾ ഉയർത്തി പ്രകടനങ്ങൾ നടത്തുകയും ജനാധിപത്യത്തെ തള്ളിപ്പറഞ്ഞ ഖിലാഫത്ത് സ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത സംഭവങ്ങൾ വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ഒരു നിലപാട്. അപ്പോൾ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഹമാസ് പ്രതിനിധികളും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ നിരോധിത ഭീകര സംഘടനകളും നേതാക്കളും ഇവർ തമ്മിലുള്ള സമ്പർക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇസ്രയേലിൻ്റെ മാത്രം ഒരു കണ്ടെത്തലോ അല്ലെങ്കിൽ നിഗമനമോ അല്ല. കാശ്മീരിലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയെടുക്കാനും തന്ത്രങ്ങൾ പങ്കുവെക്കുന്നതിനുമായി ഇവർ വിവിധ ഇടങ്ങളിൽ രഹസ്യ ചർച്ചകൾ നടത്തുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെയും കണ്ടെത്തൽ. ഇപ്പോൾ ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലും ആരാധനാലയങ്ങളിലും നേരത്തെ പറഞ്ഞ ഹമാസ് ഇസ്രയേലിൽ ചെയ്തതിന് സമാനമായ ഒരു ആക്രമണം നടത്താനായിട്ട് ഇവർ പദ്ധതി ഇടുന്നതായിട്ട് NIA കണ്ടെത്തിയിട്ടുണ്ട്. അതിന് കാരണം 2025 നവംബറിൽ NIA തകർത്ത D6 എന്ന ഭീകര ശൃംഖലയുണ്ടല്ലോ, അതായത് ഒക്ടോബർ 7 ഇസ്രയേൽ നടന്നതിന് സമാനമായിട്ട്
ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെ ഉപയോഗിച്ച് തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കാനായിട്ടാണ് ഇവർ പദ്ധതിയിട്ടത്. അത് കാരണം നമ്മൾ ഡൽഹി കേന്ദ്രീകരിച്ച് കണ്ടെത്തിയ വൈറ്റ് കോളർ തീവ്രവാദ ശൃംഖലയുണ്ടല്ലോ, ഡോക്ടർമാരടക്കം അതിൽ കണ്ണികളായിരുന്നു. അവർ 2025 നവംബർ 10 ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണവും അതുമായി ബന്ധപ്പെട്ടുള്ള നിഗമനങ്ങളിലുമാണ് ഈ ഹമാസിന്റെ പങ്കാളിത്തം അല്ലെങ്കിൽ ഇസ്രയേലിൽ നടത്തിയ ഭീകരാക്രമണത്തിന്റെ മാതൃക പിന്തുടരുന്ന ഒരു സമീപനമാണ് ഇവർ സ്വീകരിച്ചതെന്നുള്ള നിഗമനത്തിലേക്ക് നമ്മുടെ അന്വേഷണ ഏജൻസികൾ എത്തിയത്. കാരണം ഇവർ D6 എന്ന പേരിട്ടത് തന്നെ ബാബറി മസ്ജിദ് തകർത്തതിന്റെ ദിനം, അതായത് December 6, അതാണ് ഈ D6 എന്നിവർ സൂചിപ്പിച്ചത്. അപ്പോൾ ഈ ബാബറി മസ്ജിദ് തകർത്ത സംഭവത്തിന് പ്രതികാരം ചെയ്യാനായിട്ട് ഇന്ത്യയിലെ സുപ്രധാന 6 നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഒരേ സമയം സ്ഫോടനം നടത്താനായിട്ടായിരുന്നു ഇവരുടെ നീക്കം. അപ്പോൾ നേരിട്ടുള്ള ആക്രമണങ്ങൾക്ക് പകരം ഇന്ത്യയിലെ യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ തീവ്രവാദ പ്രചാരണങ്ങളും ഇവർ കാര്യമായിട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് സമൂഹത്തിൽ നല്ല നിലയിൽ ജോലി ചെയ്യുന്നവർ എന്ന് കരുതുന്ന ഡോക്ടർമാരടക്കമുള്ളവർ ഈ രീതിയിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും സുരക്ഷിതമായ എൻക്രിപ്റ്റഡ് മെസ്സേജ് ആപ്പുകൾ വഴിയും, അതിപ്പോൾ ഒന്നെങ്കിൽ വാട്സാപ്പോ ടെലഗ്രാമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഗതികൾ വഴിയും ഇവർ ഈ തീവ്ര ചിന്താഗതി നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ ക്രിപ്റ്റോ കറൻസി വഴിയും വ്യാജ ചാരിറ്റി സംഘടനകൾ വഴിയും ഹമാസ് അനുകൂല ശൃംഖലകളിലേക്ക് പണം ഒഴുകുന്നതായിട്ടും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ആഗോളതലത്തിലുള്ള ഹമാസ് ശൃംഖലകളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇന്ത്യൻ ഏജൻസികളുമായിട്ട് ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. ഇന്ത്യയെ ഒരു വലിയ ഭീകരാക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് ഇരു രാജ്യങ്ങളിലെയും സുരക്ഷാ വിഭാഗങ്ങൾ സംയുക്തമായിട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഹമാസിനെ അനുകൂലിച്ചും ഗസയിലെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും വിവിധ ഘട്ടങ്ങളിലായിട്ട് പ്രകടനങ്ങളും റാലികളും നടന്നിട്ടുണ്ട്. ഭൂരിഭാഗം റാലികളും മാനുഷിക പരിഗണന മുൻനിർത്തി പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ നൽകുന്നവയായിരുന്നെങ്കിൽ ചില പ്രകടനങ്ങളിൽ ഈ ഹമാസ് നേതാക്കളുടെ സാന്നിധ്യവും ചിത്രങ്ങളുമൊക്കെ ഉൾപ്പെട്ടത് വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതിലേക്ക് വന്ന ചില സംഗതികൾ പറയാം. അത് നമ്മുടെ കേരളത്തിലും അത്തരത്തിലൊരു സംഭവം ഉണ്ടായി. അത് 2023 ഒക്ടോബർ 27 മലപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി അവർ സംഘടിപ്പിച്ചൊരു റാലിയിൽ ഏറ്റവും വലിയ ഒരു വിവാദമുണ്ടായി. കാരണം ഹമാസിന്റെ മുൻ മേധാവിയായ ഖാലിദ് മഷാൽ ഖത്തറിൽ നിന്നും ഈ റാലിയിൽ ഓൺലൈനായിട്ട് പങ്കെടുത്ത് സംസാരിച്ചു. അപ്പോൾ ഒരു ഭീകര സംഘടനയുടെ നേതാവ് ഇന്ത്യയിലെ ഒരു പൊതുപരിപാടിയിൽ സംസാരിച്ചത് വലിയ വിവാദമായിരുന്നു. വലിയ രാഷ്ട്രീയ ആരോപണം ഉയർന്നു വന്ന് BJP അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ നടപടി എടുക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. പിന്നെ 2025 ഫെബ്രുവരിയിൽ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ തൃത്താലയിൽ ഒരു പ്രാദേശിക ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഹമാസ് നേതാക്കളായ ഇസ്മായിൽ ഹനിയ, അതേപോലെ യഹിയ സിൻവർ എന്നിവരുടെ വലിയ ചിത്രങ്ങൾ ആനപ്പുറത്ത് പ്രദർശിപ്പിച്ച ഒരു സംഭവം കൂടി ഉണ്ടായി. അപ്പോൾ ഇത് തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്നു എന്ന് ആരോപിച്ച് ഈ സംഭവത്തിനെതിരെയും വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഗസയിലെ യുദ്ധത്തിനെതിരെയും ഇന്ത്യ ഇസ്രയേലിന് നൽകുന്ന പിന്തുണയ്ക്കെതിരെയും വിവിധ ഇടതുപക്ഷ മനുഷ്യാവകാശ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രമുഖ നഗരങ്ങളിൽ ഇസ്രയേൽ എംബസിക്ക് മുന്നിലേക്കൊക്കെ വലിയ പ്രതിഷേധ പ്രകടനമൊക്കെ നടന്നിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രമുഖ നേതാക്കൾ, അതിപ്പോൾ CPIയുടെ ആനി രാജ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരെയും ചില സർവകലാശാല വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെയും ഡൽഹി പോലീസ് തടയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും പകൽ വെളിച്ചത്തിലോ നേരിട്ടോ സമൂഹത്തിലേക്ക് ഇറങ്ങുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. അവർ ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ സ്വീകാര്യതയുള്ള പലരിലേക്കും നുഴഞ്ഞു കയറുക, സ്വീകാര്യതയുള്ള പലരിലേക്കും പല പ്രസ്ഥാനങ്ങളിലേക്കും നുഴഞ്ഞു കയറി ആണ് അവരുടെ സാന്നിധ്യവും അവരുടെ അജണ്ടയും നടപ്പാക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ പലരും ഈ അജണ്ടകൾക്ക് അതിന് പ്രോത്സാഹനം നൽകുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ നാട്ടിലടക്കം നടക്കുന്ന പലസ്തീൻ അനുകൂല പ്രകടനങ്ങളുടെ പിന്നിലുള്ള യഥാർത്ഥ വികാരം എന്താണ്, അതിൻ്റെ പിന്നിൽ ഇത്തരം രഹസ്യ അജണ്ടകൾ ഉണ്ടോ ഇല്ലയോ, അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഉയർന്നു വരേണ്ട സമയം അതിക്രമിച്ചു. ഏതായാലും ഇസ്രയേലിൻ്റെ അംബാസിഡർ നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ അത് പരിപൂർണ ഉത്തരവാദിത്വത്തോടെ നടത്തിയത് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത്തരത്തിലൊരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന വെറും വാക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിരവധിയായ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ നമുക്കിടയിലും ഹമാസ് അനുകൂലികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഒന്ന് പരിശോധിക്കേണ്ട സമയമാണ്. ആ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്.